ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതി മറ്റുള്ള ഗവൺമെൻറ് ജോബ് പോലെ ഒഴിവു ദിവസങ്ങളിൽ വർക്ക് ചെയ്യാമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പലരുടെയും സംശയങ്ങളാണ്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും സൈറ്റിൽ കയറി പറയാറുണ്ട്, ഇന്ന് ഗവൺമെൻറ് അവധിയല്ലേ, നിങ്ങൾക്ക് എന്താ അവധി ഇല്ലാത്തത്, അവധി ഇല്ലാതെ ഇങ്ങനെ വർക്ക് എടുക്കുകയാണെന്നെല്ലാം ചോദിക്കാറുണ്ട്. അതിന് ഗവൺമെൻറ് സർക്കുലർ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് എടുക്കുന്നതിനുള്ള സ്പഷ്ടീകരണം ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. സംസ്ഥാന സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് അവധി നൽകാമോ എന്നത് സംബന്ധിച്ച് സ്പഷ്ടീകരണം ആവശ്യപ്പെട്ടുള്ള കത്ത് സൂചന പ്രകാരം ലഭിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു തൊഴിൽദാന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിൽ പൊതു അവധി ദിവസം എന്നൊരു സങ്കല്പമില്ല. തൊഴിലുറപ്പ് നിയമത്തിൻ്റെ പട്ടിക 2 ഗണ്ണിക 21 പ്രകാരം ഒരാഴ്ചയിൽ തുടർച്ചയായി 6 ദിവസത്തിൽ കൂടുതൽ പ്രവൃത്തി എടുക്കരുത് എന്ന് മാത്രമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം അവധി അനുവദിക്കേണ്ടതാണ്. പ്രാദേശിക പ്രത്യേകതയും തൊഴിലാളികളുടെ സൗകര്യവും പരിഗണിച്ചാണ് നിലവിൽ തീരുമാനിക്കുന്നത്. സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് ഉചിതമായിരിക്കില്ല. നിയമപ്രകാരമുള്ള സമയപരിധിക്കുള്ളിൽ തൊഴിൽ നൽകുന്നതിനും തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ ലഭിക്കുന്നതിനും അത് തടസ്സമായി വന്നേക്കും. മാത്രവുമല്ല, ഇതിനകം ഇഷ്യൂ ചെയ്തിട്ടുള്ള മസ്റ്റ് റോൾ പ്രകാരം തൊഴിൽ തുടർച്ചയായി ചെയ്യുന്നതിനും അത് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. മേൽ കാര്യങ്ങൾ പരിശോധിച്ച് പ്രാദേശികമായി അതാത് സ്ഥലത്തെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പൊതു അവധി ദിവസങ്ങളിലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അവധി ദിവസങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് തൊഴിലാളികൾ ഗവൺമെൻറ് ഹോളിഡേയ്സിൽ വർക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും അതുപോലെ ഒരു മസ്റ്റ് റോൾ പീരീഡിൽ 6 ദിവസത്തെ വർക്കുകൾ ഉണ്ടായിരിക്കുക എന്നതുമാണ് പറയുന്നത്. അപ്പോൾ ആ 7 ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെയെങ്കിലും തൊഴിലാളികൾക്ക് അവധി കൊടുക്കാനും മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ തൊഴിലുറപ്പ് സൈറ്റിൽ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ തൊഴിലുറപ്പിൻ്റെ ആളുകളാണ്, തൊഴിലുറപ്പ് കൂലി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഇടവേള നൽകി ജോലി നൽകുക എന്നുള്ളതും ജോലി എടുക്കുക എന്നുള്ളതുമാണ്. അല്ലാതെ സർക്കാർ ജീവനക്കാരെ പോലെ എല്ലാ ദിവസവും ഗവൺമെൻറ് ഹോളിഡേ വരുമ്പോൾ എല്ലാ ഹോളിഡേയ്സിലും അവധി എടുക്കുക എന്നുള്ളതല്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് അനുമാനിക്കാവുന്നത്.